ഞാൻ പതിയെ ആ കയ്യിൽ നിന്നും പുതപ്പ് മാറ്റിയതും അറിയാതെ എൻ്റെ കൈ ഉപ്പയുടെ കയ്യിൽ തട്ടി ഉപ്പ ഉണർന്നു. ഉപ്പ നോക്കിയതും ഞാൻ ഒന്നും ചെയ്യാനാകാതെ ഉപ്പയുടെ മുഖത്തോട് മുഖം നോക്കി നിൽക്കുന്നു. ഇത്രയും കാലമായിട്ടും ഉപ്പയുടെ അടുത്ത് പോലും പോകാത്ത ഞാനിപ്പോൾ ഇങ്ങനൊരവസ്ഥയിൽ കണ്ടപ്പോൾ ഉപ്പ ആകെ ഞെട്ടി. എന്നെ തന്നെ നോക്കി അത്ഭുതത്തോടെ ഉപ്പ നിന്നു. ഉപ്പാക്കറിയില്ലല്ലോ ഞാൻ ഫോൺ എടുക്കാൻ വന്നതാണെന്ന്. ഉപ്പ വിചാരിച്ചത് ഞാൻ വേറെന്തിനോ വന്നതാണെന്നാണ്. എനിക്കാണെങ്കിൽ പറയാനും പറ്റില്ലല്ലോ ഞാൻ ഫോൺ എടുക്കാൻ വന്നതാണെന്ന്. അമ്മായിയപ്പനായിട്ടും സ്വന്തം ഉപ്പയുടെ സ്ഥാനമായിരുന്നു ഇക്കയുടെ ഉപ്പ എനിക്ക് തന്നിട്ടുള്ളത്. എന്നാൽ ഈ നിമിഷം എല്ലാം മാറി മറിയുന്ന പോലെ എനിക്ക് തോന്നി. ഉമ്മയുടെയും കുട്ടികളുടെയും കളിയും ചിരിയും പുറത്തുനിന്ന് കേൾക്കുന്നുമുണ്ട്. ഞാനാണെങ്കിൽ ഉറങ്ങിക്കിടന്ന ഉപ്പയുടെ റൂമിൽ ഉപ്പയുടെ അടുത്ത് നിൽക്കുന്നു. എന്താ മോളെ, എന്തു പറ്റി? എൻ്റെ പേടിയോടെയുള്ള നിൽപ്പ് കണ്ട് ഉപ്പ ചോദിച്ചു. വായിലെ വെള്ളമിറക്കി ഞാൻ ഉപ്പയോട് പറഞ്ഞു, അതുപ്പ, ഞാൻ ചായ ഗ്ലാസ് എടുക്കാൻ വന്നതാ. ഏ, ചായ ഗ്ലാസ്സോ? എൻ്റെ നെഞ്ചത്താണോ ഞാൻ ചായ കുടിച്ച് ഗ്ലാസ് വെക്കുന്നത്? നിനക്ക് ഇതെന്ത് പറ്റി? നീ ഇവിടെ ഒന്നും അല്ലല്ലോ. ഏയ് അല്ലുപ്പ, ഞാൻ ചുമ്മാ ഇങ്ങോട്ടൊന്ന് കയറിയതാ. അപ്പോൾ ഗ്ലാസ് വല്ലതും ഇവിടെ ഇരിക്കുന്നുണ്ടോ എന്ന് നോക്കിയതാ. ഞാൻ എങ്ങനെയൊക്കെയോ പറഞ്ഞൊപ്പിച്ചു. ഇവിടെ ഗ്ലാസ്സൊന്നും ഇല്ല. കൂടുതൽ വിയർക്കും മുമ്പ് പൊക്കോ, ഉപ്പ ഒന്ന് തറപ്പിച്ച് മൂളിക്കൊണ്ട് എന്നോട് പറഞ്ഞു. ഞാനത് കേട്ട് വേഗം റൂമിലേക്ക് ഓടി. ബെഡിലേക്ക് ചാടിക്കിടന്ന് മുഖവും പൊത്തി ആകെ നാണക്കേടായാലോ എന്ന് കരുതി അവിടെ കിടന്നു. മനസ്സിൽ 100 ചിന്തകൾ നിറഞ്ഞുകൂടി. എനിക്കാകെ വട്ടുപിടിച്ച അവസ്ഥയിലായി ഞാൻ. എന്നെപ്പറ്റി ഇനി ഉപ്പ എന്ത് വിചാരിച്ചു കാണും എന്നതായിരുന്നു എൻ്റെ പേടി മൊത്തം. ഞാനിനി വല്ലതും ആഗ്രഹിച്ച് ചെന്നതാണോ എന്ന് ഉപ്പ എങ്ങാനും കരുതുമോ? ഇനി ഞാൻ ഉപ്പയുടെ മുഖത്ത് എങ്ങനെ നോക്കും? ഒന്നും വേണ്ടായിരുന്നു. എല്ലാത്തിനും കാരണം അവനാ. ഞാൻ അവനെ പ്രാഗിക്കൊണ്ട് അവിടെ തന്നെ കിടന്നു. എന്താ മോളെ, നീ ഒറ്റയ്ക്ക് കിടക്കുന്നത്? എന്താ നിനക്ക് പറ്റിയത്? എന്തോ നിനക്ക് പറ്റിയിട്ടുണ്ടല്ലോ. എന്തെങ്കിലും പ്രശ്നമുണ്ടോ? എന്നോട് പറ. മുറിയുടെ പുറത്ത് നിന്ന് ഉപ്പ എന്നോട് ചോദിച്ചു. ഞാൻ ആദ്യം തന്നെ നോക്കിയത് ഉപ്പയുടെ മുഖത്ത് വല്ല കള്ളലക്ഷണവും ഉണ്ടോ എന്നാണ്. പക്ഷേ ഉപ്പയുടെ മുഖത്ത് ഞാൻ അങ്ങനൊരു ലക്ഷണവും കണ്ടില്ല. ഒന്നുമില്ല ഉപ്പ, ഉപ്പാക്ക് ചുമ്മാ തോന്നുന്നതാ, ഞാൻ പറഞ്ഞു. ചിലപ്പോൾ തോന്നിയതാവും. അല്ല, നീ എന്തിനാ ഇവിടെ ഒറ്റയ്ക്ക് കിടക്കുന്നത്? പുറത്തേക്ക് വാ, അവിടെയല്ലേ എല്ലാവരും ഉള്ളത്. ഉപ്പ പോക്കോ, ഞാനങ്ങോട്ട് വന്നേക്കാം. ആ, ഒന്ന് മുഖം കഴുകിയിട്ട് പോര്. മുഖമെല്ലാം ആകെ എന്തോ പോലെ കിടക്കുന്നു. ഉപ്പ അതും പറഞ്ഞ് അവിടെ നിന്ന് പോയി. ഭാഗ്യത്തിന് ഞാൻ വിചാരിച്ച പോലെയൊന്നും സംഭവിച്ചില്ല. ഞാൻ വേഗം പോയി മുഖമെല്ലാം കഴുകി ഉമ്മയുടെ അടുത്തേക്ക് പോയി. ഞാനും ഉമ്മയും കുട്ടികളും പേരൊക്കെ കഴിച്ച് ഓരോന്ന് സംസാരിച്ചു നിൽക്കുമ്പോഴാണ് ഇക്ക വരുന്നത്. എൻ്റെ കയ്യിൽ നിന്നും ഒരു പേരക്ക വാങ്ങി ഇക്ക നേരെ റൂമിലേക്ക് പോയി. ഞാനും ഇക്കയുടെ പിറകെ റൂമിലേക്ക് ചെന്നു. ഇക്ക, ഇന്ന് കാക്കയും റസിയത്തെയും വന്നിരുന്നു. നിങ്ങളെ വിളിച്ചിട്ട് കിട്ടുന്നില്ലെന്ന് പറഞ്ഞു കാക്ക. ഞാൻ ഇക്കയോട് പറഞ്ഞു. ആ, വിരുന്ന് വിളിക്കാനല്ലേ? എനിക്ക് വിളിച്ചിരുന്നു. ഞായറാഴ്ച ഇനി അങ്ങോട്ട് പോകണം. എന്തായിരുന്നു അവളുടെ ഒരു ഗമ? എന്നോട് ഒന്ന് മിണ്ടിയത് പോലുമില്ല അവൾ. റസിയത്ത നിന്നോട് മിണ്ടിയില്ലേ? ഇല്ലിക്ക, എന്നെ മൈൻഡ് പോലും ചെയ്തില്ല. അപ്പോൾ നിന്നെ അവൾ വിരുന്നിന് വിളിച്ചില്ലേ? ഇല്ല. ഇല്ലേ? പിന്നെ എന്തിനാ അവൾ കെട്ടിയൊരുങ്ങി ഇങ്ങോട്ട് വന്നത്? അല്ല, അവൾ ഉപ്പയോട് മിണ്ടിയോ? ആരോടും മിണ്ടിയിട്ടില്ല. കാക്കയുടെ കൂടെ വന്ന് ഇവിടെ സിറ്റ് ഔട്ടിൽ ഇരിക്കുന്നുണ്ടായിരുന്നു. കാക്കയാണ് എല്ലാവരെയും വിരുന്നിന് ക്ഷണിച്ചത്. ആഹാ, അത് കൊള്ളാലോ. വീട്ടിൽ വന്ന് കയറിയിട്ട് ഒന്നും മിണ്ടാത്ത ആളുകളെ വീട്ടിലേക്കാണോ വിരുന്നിന് പോകേണ്ടത്? വേണ്ട, നമുക്ക് പോകണ്ട വിരുന്നിന്. അതേ ഇക്ക, നമുക്ക് പോകണ്ട. ഞാനത് എങ്ങനെ ഇക്കയോട് പറയുമെന്ന് വിചാരിച്ചിരിക്കുകയായിരുന്നു. ആ, അല്ല പിന്നെ, അവളൊരു വിരുന്ന്. നീ പോയി ഒരു കട്ടനുണ്ടായിക്കേ. ഇക്കാക്ക് കട്ടൻ ഉണ്ടാക്കാൻ വേണ്ടി ഞാൻ അടുക്കളയിലേക്ക് പോയി. കട്ടൻ ചായ ഉണ്ടാക്കുമ്പോൾ ഉമ്മ അടുക്കളയിലേക്ക് വന്ന് എന്നോട് ചോദിച്ചു, എന്താടി ഒരൊച്ചപ്പാട്, എന്താ പ്രശ്നം? അതുമ്മ,
ഇക്ക പറയാ നമുക്ക് വിരുന്നിന് പോവണ്ടെന്ന്. ഏ, വിരുന്നിന് പോവണ്ടെന്നോ? അതെന്തു പറ്റി? അത് പിന്നെ ഇത്ത എന്നോടും ഉപ്പയോടും പറഞ്ഞില്ലല്ലോ, അതിക്കക്ക് പറ്റിയില്ല. ഇക്ക പറഞ്ഞു വിളിക്കാത്ത വിരുന്നിന് ഇവിടെ നാരും പോവണ്ടെന്ന്. അതെങ്ങനെ പറ്റും? അവൻ ഇവിടെ വരെ വന്ന് വിളിച്ചതല്ലേ, പോയില്ലെങ്കിൽ മോശമല്ലേ? ആ, ഉമ്മാക്കത് പറയാം. ഇത്ത എന്നെ വിളിച്ചോ, അല്ലെങ്കിൽ ഒന്ന് മിണ്ടിയോ? ഞാൻ വരില്ല, നിങ്ങൾ വേണമെങ്കിൽ പൊക്കോ. ഇത് നല്ല കഥ. ഇനിയിപ്പോൾ ആരാ അങ്ങോട്ടൊന്ന് പോവുക? ഉമ്മ മാത്രം പോയാൽ മതി, ഞാൻ ഇക്കയും കുട്ടികളും വരില്ല. ഡി, അത് മോശമാ. അവിടെ വന്നവരെല്ലാവരും ചോദിക്കും നിങ്ങളൊക്കെ എവിടെയെന്ന്. ഞാൻ എന്തു പറയാം അവരോട്? പനിയാണെന്ന് വല്ലതും പറഞ്ഞാൽ മതി. എന്തായാലും ഞങ്ങൾ വരില്ല, ഉമ്മ വേണമെങ്കിൽ പൊക്കോ. അപ്പോൾ അവനും വരില്ലേടി? ഇല്ല, ഇക്കയും വരില്ലെന്നാ പറഞ്ഞത്. എടി, അവനോടെങ്കിലും ഒന്ന് വരാൻ പറ. ഒന്നുമില്ലെങ്കിലും അവൻ ഇവിടെ വരെ വന്ന് പറഞ്ഞതല്ലേ. ഉമ്മ ഒന്ന് പോയിക്കേ. ഉമ്മയുടെ ഈ സ്വഭാവമാ എല്ലാത്തിനും കാരണം. ഞാൻ അതും പറഞ്ഞ് ഇക്കക്കുള്ള കട്ടനുമായി റൂമിലേക്ക് പോയി. റൂമിലെത്തി ഇക്കയുടെ അടുത്തെത്തിയപ്പോൾ ഞാൻ പറഞ്ഞു, ഇക്ക, ഉമ്മ പറയാ നിങ്ങളോട് പോവാൻ. എന്തിന്? അവളുടെ അഹങ്കാരം കാണാനോ? നിങ്ങളൊന്നും പോകരുത്, കേട്ടല്ലോ. ഏയ്, ഞാനൊന്നും പോകുന്നില്ല. ഉമ്മ അവിടെ പറഞ്ഞോട്ടെ, നീ അങ്ങോട്ട് മൈൻഡ് ചെയ്യണ്ട, ഇക്ക പറഞ്ഞു. അവസാനം നിങ്ങളുടെ മനസ്സ് മാറി നിങ്ങൾ വല്ലതും പോയാലുണ്ടല്ലോ, ഞാൻ കുട്ടികളെയും എടുത്ത് എൻ്റെ വീട്ടിലേക്ക് പോവും, ഞാൻ പറഞ്ഞു. വെറുതെ കൊതിപ്പിക്കല്ലേ മോളെ. ഏ, അപ്പോൾ ഞാൻ പോവാൻ കാത്തിരിക്കുകയാണല്ലേ ദുഷ്ടൻ. ഞാൻ ചുമ്മാ പറഞ്ഞതാ. ഞാനും എവിടെയും പോകുന്നില്ല, നീയും പോകുന്നില്ല, പോരെ? അത് മതി. ഞാൻ പോയി കുട്ടികൾക്ക് കഴിക്കാൻ എന്തെങ്കിലും ഉണ്ടാക്കട്ടെ. അതും പറഞ്ഞ് ഞാൻ കിച്ചണിലേക്ക് നടന്നു. പെട്ടെന്നാണ് റിയാസിനെ ഞാൻ ഓർത്തത്. ഇനിയിപ്പോൾ ഇക്ക എങ്ങോട്ടും പോയില്ലെന്നാണ് തോന്നുന്നത്. അവനെ ഒന്ന് വിളിക്കാമെന്ന് വെച്ചാൽ ഇനി അതും നടക്കില്ല. ഞാൻ സങ്കടത്തോടെ കിച്ചണിൽ ചെന്നപ്പോൾ ഉമ്മ അവിടെ ഉണ്ടായിരുന്നു. എന്താടി, അവൻ വല്ലതും പറഞ്ഞോ? നിങ്ങളൊന്ന് പൊക്കെ ഉമ്മ, ഞങ്ങളാരും വരുന്നില്ല, ഉമ്മ അങ്ങോട്ട് പോയാൽ മതി. എടി, അവനും കുട്ടികളും വന്നോട്ടെ, നീ ഇവിടെ നിന്നോ. നിനക്ക് പനിയാണെന്ന് ഞാൻ പറഞ്ഞോളാം. എല്ലാവർക്കും കൂടി പനിയാണെന്ന് ഞാൻ എങ്ങനെ പറയാ? ഉമ്മ അത് പറഞ്ഞതും പെട്ടെന്നാണ് എൻ്റെ മനസ്സിൽ ഒരു ഐഡിയ ഉദിച്ചത്. ഇക്കയും കുട്ടികളെയും അങ്ങോട്ട് പറഞ്ഞു വിട്ടാൽ പിന്നെ ഇവിടെ ഞാൻ ഒറ്റയ്ക്കാ. അങ്ങനെ നടന്നാൽ റിയാസിനോട് അന്ന് വരാൻ പറയാം. ഷേ, ഈ തിരക്കിനിടയിൽ ഞാനത് ശ്രദ്ധിച്ചില്ലല്ലോ. പക്ഷേ എന്നെയൊന്നും മൈൻഡ് പോലും ചെയ്യാതെ അവളുടെ വീട്ടിലേക്ക് ഇക്കയും കുട്ടികളെയും പറഞ്ഞു വിടാൻ എനിക്ക് സാധിക്കുന്നുണ്ടായിരുന്നില്ല. എന്നാൽ ഈ ഒരവസരം എനിക്ക് കിട്ടിയെന്ന് വരില്ല. അല്ലുമ്മ, ഉപ്പ വരില്ലേ? ഞാൻ ഉമ്മയോട് ചോദിച്ചു. പിന്നെ ഉപ്പ വരാതെ? ഉപ്പ എന്തായാലും വരും. അപ്പോൾ നിങ്ങളെല്ലാവരും കൂടി അങ്ങോട്ട് പോയാൽ ഞാനിവിടെ ഒറ്റയ്ക്കാകില്ലേ? നിങ്ങൾ നേരത്തെ വരുമോ? അതിപ്പോൾ എങ്ങനെയാടി നേരത്തെ വരിക? അവിടെ സഹായിക്കാൻ നമ്മളല്ലാതെ വേറെ ആരാ ഉള്ളത്? എല്ലാം ഒന്ന് ഒതുക്കി കൊടുക്കാതെ നേരത്തെ ഇങ്ങോട്ട് ഓടാൻ പറ്റുമോ? ഉമ്മ പറഞ്ഞത് കേട്ട് ഞാൻ ഉറപ്പിച്ചു. എന്തായാലും ഞായറാഴ്ച റിയാസിനെ വരുത്താമെന്ന്. പക്ഷേ ഇത്രയും നേരം ഇക്കയോട് പോകണ്ടെന്ന് പറഞ്ഞിട്ട് ഇനിയിപ്പോൾ എങ്ങനെയാ ഞാനത് മാറ്റി പറയാം? എന്നെ വിളിക്കാത്തത് കൊണ്ട് ഇക്ക പോകുമെന്നും എനിക്ക് തോന്നുന്നില്ല. എന്നാൽ ഇങ്ങനൊരു അവസരം ഇനി എനിക്ക് കിട്ടില്ലെന്ന് എനിക്ക് നന്നായി അറിയായിരുന്നു. മിണ്ടാതെ ഇരുന്നാൽ ഒന്നും നടക്കില്ലെന്ന് മനസ്സിലാക്കി ഞാൻ പതിയെ പദ്ധതി പ്ലാൻ ചെയ്യാൻ തുടങ്ങി. പണിയെല്ലാം കഴിഞ്ഞ് ഞാൻ ഇക്കയുടെ അടുത്തേക്ക് ചെന്നു. ഞാൻ ചെന്നപ്പോൾ ഇക്ക കൂട്ടുകാരനോട് ഫോണിൽ സംസാരിക്കായിരുന്നു. ഇക്കയോട് ഇനി ഇതെങ്ങനെ അവതരിപ്പിക്കും എന്ന പേടിയോടെ ഞാൻ ഇക്ക വിളിക്കുന്നത് നോക്കിയിരുന്നു. എൻ്റെ ഇരിപ്പ് കണ്ട ഇക്ക വേഗം കോള് കട്ടാക്കി എന്നോട് ചോദിച്ചു, എന്താടി, എന്താ നീ ഇങ്ങനെ ഇരിക്കുന്നത്? നിനക്കിത് എന്തു പറ്റി? അല്ല ഇക്ക, കാക്ക ഇവിടെ വരെ വന്ന് പറഞ്ഞ സ്ഥിതിക്ക് നിങ്ങളൊന്ന് പോയില്ലെങ്കിൽ അത് മോശമല്ലേ? ഏ, നിനക്കിപ്പോൾ ഇതെന്ത് പറ്റി? കുറച്ചു മുമ്പ് നീ ഇങ്ങനെ അല്ലല്ലോ പറഞ്ഞത്. അല്ല ഇക്ക, ഉമ്മ പറഞ്ഞപ്പോഴാ എനിക്ക് മനസ്സിലായത്. നിങ്ങളൊരു കാര്യം ചെയ്, നിങ്ങളും കുട്ടികളും പോക്കോ, ഞാൻ വരുന്നില്ല. എന്നോടല്ലേ അവളെ മിണ്ടാത്തത്? അപ്പോൾ നീയല്ലേ പറഞ്ഞത് അവളുടെ അഹങ്കാരം കാണാൻ ആരും പോവേണ്ടെന്ന്?
ഇപ്പോൾ അതും മാറ്റിയോ? അത് പിന്നെ ഇക്ക, ഉമ്മ ഓരോന്ന് പറയുന്നു. എന്നെക്കൊണ്ട് വയ്യ അതിങ്ങനെ കേട്ട് നിൽക്കാൻ. നിങ്ങൾ പോക്കോ. അല്ല, കുട്ടികളെ കൊണ്ട് പോയിട്ട് നിനക്കിവിടെ ആരാ? നീ ഒറ്റയ്ക്ക് നിൽക്കുമോ? അതിനിപ്പോൾ എന്താ ഇത്ത, അതൊക്കെ ഞാൻ നിന്നോളാം. എന്നാ ശരി, ഞങ്ങൾ പൊക്കോളാം. പിന്നെ ഒരു കാര്യം, പോയി വന്നു കഴിഞ്ഞിട്ട് എന്നെ കുറ്റം പറയരുത്, മനസ്സിലായോ? ഇല്ല, ഞാൻ ആരെയും കുറ്റം പറയാനും പോകുന്നില്ല. ആരാന്ന് വെച്ചാൽ എങ്ങോട്ടെങ്കിലും പൊക്കോ. അങ്ങനെ ഇക്കയെ പറഞ്ഞ് സമ്മതിപ്പിച്ചു. ഇനി ഈ കാര്യം എങ്ങനെയെങ്കിലും റിയാസിനോട് വിളിച്ച് പറയണം. ഇല്ലെങ്കിൽ ഇനി എങ്ങനെ ഞായറാഴ്ച അവൻ വേറെ എങ്ങോട്ടെങ്കിലും പോയാലോ? അങ്ങനെ ഇക്ക റൂമിൽ നിന്നും പുറത്തേക്ക് പോകുന്നത് നോക്കി ഞാൻ നടന്നു. ഇക്ക പോയിട്ട് വേണം അലമാരിൽ നിന്നും ഫോണെടുത്ത് അവനെ വിളിക്കാൻ. അന്ന് രാത്രി മുഴുവൻ ഇക്ക റൂമിൽ തന്നെ ആയതുകൊണ്ട് എനിക്കന്ന് അവനെ വിളിക്കാൻ പറ്റിയില്ല. എന്തായാലും അടുത്ത ദിവസം വെള്ളിയാഴ്ച ആയതുകൊണ്ട് ഇക്ക പള്ളിയിൽ പോകുമ്പോൾ വിളിക്കാമെന്ന് ഞാൻ വിചാരിച്ചു. അങ്ങനെ ഇക്ക പള്ളിയിൽ പോകാൻ ഞാൻ കാത്തിരുന്നു. വെള്ളിയാഴ്ച 12 മണിയായപ്പോൾ ഇക്കയും ഉപ്പയും പള്ളിയിലേക്ക് പോയി. ഉമ്മ അടുക്കളയിലായപ്പോൾ റൂം വൃത്തിയാക്കാനാണെന്നും പറഞ്ഞ് ഞാൻ വേഗം റൂമിലേക്ക് ഓടി അലമാര തുറന്ന് ഫോണെടുത്ത് അവനെ വിളിക്കാൻ തുടങ്ങി. അവൻ കോൾ എടുക്കാതെ ആയപ്പോൾ ഞാൻ വിചാരിച്ചു ഇനി പള്ളിയിൽ പോയി കാണുമോ എന്ന്. പക്ഷേ രണ്ടാമതും ഞാൻ വിളിച്ചതും അവൻ കോൾ എടുത്തു. ഡാ, നീ എവിടെയാ? പള്ളിയിൽ പോയില്ലേ? ആ, പോവാ എത്താ, ബൈക്കിലാണ്. ഫോൺ ബെല്ലടിക്കുന്ന കേട്ട് നിർത്തിയതാ. എടാ, നിനക്ക് ഞായറാഴ്ച ഇങ്ങോട്ട് വരാൻ പറ്റുമോ? ഏ, ഞായറാഴ്ചയോ? ഏത് ഞായറാഴ്ച? മറ്റന്നാളോ? അതേടാ, മറ്റന്നാളെ. അപ്പോൾ ഇക്ക ഉണ്ടാവില്ല അവിടെ? ഇല്ലടാ, ഇക്കയും ആരും ഉണ്ടാകില്ല. എല്ലാവരും ഇക്കയുടെ ജ്യേഷ്ഠൻ്റെ വീട്ടിലേക്ക് പോവാ. ആണോ? അപ്പോൾ ഇത്ത പോകുന്നില്ലേ? ഇത്ത എന്താ പോവാത്തത്? ഞാൻ പോയാൽ നിനക്ക് വരാൻ പറ്റുമോ? ഇല്ലല്ലോ, അതുകൊണ്ട് ഞാൻ പോകുന്നില്ല. അല്ലിത്ത, ആരെങ്കിലും കാണുമോ? എനിക്കെന്തോ ഒരു പേടി തോന്നുന്നു. നീ പേടിച്ച് അവിടെ തന്നെ നിന്നോ. ഡാ പൊട്ട, ഇങ്ങനൊരു അവസരം ഇനി കിട്ടില്ല. മറ്റന്നാൾ നീ വന്നില്ലെങ്കിൽ പിന്നെ നിനക്ക് ഞാൻ തരില്ല, അത് ഉറപ്പാ. അയ്യോ ഇത്ത, ഞാൻ വരാം. പക്ഷേ ഇത്ത മാത്രമുള്ളപ്പോൾ ഞാൻ വരുന്നത് ആരെങ്കിലും കണ്ടാലോ എന്ന് കരുതിയ. ആ, എന്നാ നീ ഒരു കാര്യം ചെയ്, ഇന്ന് തന്നെ പോര്. അതാവുമ്പോൾ എല്ലാവരും ഉണ്ട് ഇവിടെ. അല്ല പിന്നെ. അല്ലിത്ത, കുട്ടികളും പോകുന്നുണ്ടോ? അവൻ ചോദിച്ചു. ആടാ, എല്ലാവരും പോകുന്നുണ്ട്. ഞാൻ തന്നെ പലതും ചെയ്താണ് അതിൽ നിന്ന് മൂല്യത്. ഇങ്ങനൊരു അവസരം ഇനി കിട്ടില്ല. നീ വരുന്നുണ്ടെങ്കിൽ രാവിലെ തന്നെ ഇറങ്ങിക്കോ. അതാവുമ്പോൾ ഇവരിവിടെ നിന്ന് ഇറങ്ങുമ്പോഴേക്കും നിനക്ക് ഇവിടെ എത്താം. ശരി, പക്ഷേ ഞാൻ ബൈക്ക് എവിടെ നിർത്തും? ബൈക്ക് നീ വീട്ടിലേക്ക് കൊണ്ടുവരണ്ട. അന്ന് നിർത്തിയില്ലേ, അവിടെ നിർത്തിക്കോ. എന്നിട്ട് അവിടെ നിന്ന് ഒരു ഓട്ടോ വിളിച്ചിങ്ങോട്ട് വാ. അവൻ കുറച്ചു നേരത്തേക്ക് ഒന്നും മിണ്ടിയില്ല. അവൻ്റെ മൗനം മനസ്സിലാക്കി ഞാൻ ചോദിച്ചു. ഹലോ, എന്താടാ നീ ഒന്നും മിണ്ടാത്തെ? നീ വരില്ലേ? ഓക്കെ ഇത്ത, ഞാൻ വരാം. പക്ഷേ അവരെല്ലാം പോയിന്ന് ഉറപ്പായിട്ടേ ഞാൻ വീട്ടിലേക്ക് കയറൂ. നീ ഇവിടെ അടുത്തുള്ള ടൗണിൽ നിന്നോ. അവർ പോയാലുടൻ ഞാൻ നിന്നെ വിളിക്കാം. അപ്പോൾ നീ വന്നാൽ മതി. ശരി ഇത്ത, ഞാൻ പോവാ. സമയമായി. എന്തെങ്കിലും മാറ്റമുണ്ടെങ്കിൽ എന്നെ അറിയിക്കാൻ മറക്കരുത്. ഇല്ലടാ, ഞാൻ പറ്റുമ്പോഴെല്ലാം നിന്നെ വിളിക്കാം. നീ ഇങ്ങോട്ട് വിളിക്കാതിരുന്നാൽ മതി. ഇല്ല, ഞാൻ വിളിക്കില്ല. എന്നാൽ ഞാൻ പോട്ടെ. അങ്ങനെ അതും പറഞ്ഞ് അവൻ പോയി. അങ്ങനെ ഞായറാഴ്ചയാകാൻ ഞാൻ കാത്തിരുന്നു. ശനിയാഴ്ച ഉച്ചയ്ക്ക് ഇക്കയില്ലാത്ത സമയത്ത് ഞാൻ വീണ്ടും അവനെ വിളിച്ച് കാര്യങ്ങൾ ഉറപ്പുവരുത്തി. അവന് ചെറിയൊരു പേടിയുണ്ടെങ്കിലും എന്നെ കിട്ടുമെന്നോർത്ത് അവൻ വരാൻ തന്നെ തീരുമാനിച്ചു. വേറെ പ്രശ്നങ്ങളൊന്നുമില്ലാതെ ഞായറാഴ്ച ദിവസം വന്നെത്തി. രാവിലെ 10 മണി ആയപ്പോഴേക്കും എല്ലാവരും കുളിച്ചൊരുങ്ങി പോകാൻ റെഡിയായി. ഡി, നീയും വാ. ഞാനും കുട്ടികളും മാത്രം പോയാൽ എല്ലാവരും നീ എവിടെയെന്ന് ചോദിക്കും. ആ പുതിയ സാരി ഉടുത്ത് നീയും വാ. ഇക്ക എന്നെ നിർബന്ധിക്കാൻ തുടങ്ങി. ഇല്ലിക്ക, ഇക്ക എന്നെ നിർബന്ധിച്ചാലും ഞാൻ വരില്ല. ഞാൻ ഇക്കയോട് പറഞ്ഞ് ഒഴിഞ്ഞു മാറി. അല്ലെങ്കിൽ ഞാൻ പോണോടി. അവളല്ലേ നമുക്ക് വയറ്റിൽ മരുന്ന് തന്നത്. ഇനിയും വല്ലതും തന്നാലോ?
തൽക്കാലം ഉമ്മയും ഉപ്പയും പോട്ടെ, അതല്ലേ നല്ലത്. ഈ കഥം പറഞ്ഞ് കട്ടിലിരുന്നു. ഇത്രയും ഒപ്പിച്ചിട്ട് എല്ലാം കയ്യിൽ നിന്ന് പോകുന്ന മട്ടാണല്ലോ ഞാൻ മനസ്സിൽ വിചാരിച്ചുകൊണ്ട് ഇക്കയുടെ അടുത്ത് പോയിരുന്നു. ഇക്കയെ സമാധാനിപ്പിച്ചുകൊണ്ട് പറഞ്ഞു, അതൊക്കെ വെറുതെ പറയുന്നതാ. ഇത്താക്കിപ്പോൾ അതല്ലേ പണി. ഇത്ത അങ്ങനെയൊന്നും ചെയ്യുമെന്ന് എനിക്ക് തോന്നുന്നില്ല. അതൊക്കെ ആ ജ്യോത്സ്യന്മാർ വെറുതെ ഓരോന്ന് പറഞ്ഞ് പറ്റിക്കുന്നതാ. ഇക്ക പോക്കോ. എവിടെയും എന്തെങ്കിലും പരിപാടി ഉണ്ടാകുമ്പോൾ അവരെയും നമുക്ക് വിളിക്കാനുള്ളതല്ലേ. ഏ ഇതിപ്പോൾ നിനക്ക് എന്തു പറ്റി? ഇത്രയും കാലം അവളെ കണ്ടുകൂടായിരുന്നല്ലോ നിനക്ക്. ഇപ്പോൾ നിനക്ക് എന്താ ഉണ്ടായേ? അത് പിന്നെ ഇക്ക, സ്വന്തം ജ്യേഷ്ഠൻ ഒരാവശ്യം പറയുമ്പോൾ നിങ്ങൾ പോവണ്ടേ? എൻ്റെ വഴക്ക് അതവിടെ നിൽക്കട്ടെ, നിങ്ങൾ പോക്കോ. എന്നാൽ ശരി, ഞങ്ങൾ പൊക്കോളാം. നീ വാതിലെല്ലാം അടച്ചേക്ക്, പുറത്തേക്ക് ഇറങ്ങണ്ട. ഞങ്ങൾ ചിലപ്പോൾ വരാൻ വൈകും. ഞാൻ കേൾക്കാൻ ആഗ്രഹിച്ച് കാത്തിരുന്നതാണ് ഇക്ക ഇപ്പോൾ പറഞ്ഞത്. അത് സാരില്ലിക്ക, ഞാൻ കഥകളെല്ലാം അടച്ചോളാം. പിന്നെ അവിടെ നിന്ന് ഇറങ്ങുമ്പോൾ ഒന്ന് വിളിച്ചേക്കണേ. ചിലപ്പോൾ ഞാൻ ഉറങ്ങുകയാണെങ്കിലോ. ആടി നോക്കാം. അങ്ങനെ അതും പറഞ്ഞ് അവരെത്തിയുടെ വീട്ടിലേക്ക് പുറപ്പെട്ടു. കാറ് ഗേറ്റ് കടക്കുന്നത് നോക്കി നിന്ന് ഞാൻ ഗേറ്റ് കടന്ന ഉടനെ അകത്തേക്ക് ഓടി ഫോണെടുത്ത് റിയാസിനെ വിളിച്ചു. ബെല്ലടിച്ചതും അവൻ കോളെടുത്തു. എന്തായിത്ത, അവർ പോയോ? ആടാ പോയി. നീ എവിടെയാ? ഞാനിതാ ടൗണിലുണ്ട്. ഞാൻ അങ്ങോട്ട് വരട്ടെ? ആടാ വേഗം വാ. ഓട്ടോ ഇറങ്ങി എങ്ങോട്ടും നോക്കണ്ട, ഞാൻ വാതിൽ തുറന്നിടാം. നീ നേരെ അകത്തേക്ക് കയറിപ്പോര്. അല്ലിത്ത, ഞാൻ ഓട്ടോക്കാരനോട് ആ സ്ഥലത്തിൻ്റെ പേര് എന്താ പറയാ? നിനക്ക് വീട് ഓർമ്മയില്ലേടാ? ആ ഉണ്ട്, പക്ഷേ ആ സ്ഥലപ്പേര് എനിക്കറിയില്ല. അത് നീ ചുറ്റിയിലോട്ടൊന്ന് പറഞ്ഞാൽ മതി. എന്നിട്ട് അവിടെയുള്ള ആ കടയുടെ മുന്നിലിറങ്ങി നേരെ നടന്നു. ഒരു 4ാമത്തെ വീട്. വീട് നിനക്ക് കണ്ടാൽ അറിയില്ലേ? ആ അതെനിക്കറിയാം. ആ എന്നാ വേഗം വാ, ഞാൻ കോള് വെക്കുക. ഇക്ക വല്ലതും വിളിച്ചാൽ ബിസി കണ്ട പിന്നെ അത് മതി. ആ ശരി, ഞാൻ വരാം. അങ്ങനെ അവൻ വരുന്നതും കാത്ത് ഞാൻ കതകും തുറന്ന് കാത്തിരുന്നു. പെട്ടെന്ന് ഒരു നീല ജീൻസും വൈറ്റ് ഷർട്ടും ധരിച്ച് അവൻ ഗേറ്റ് കടന്ന് വരുന്നത് ഞാൻ കണ്ടു. ഞാൻ വേഗം ആരെങ്കിലും നോക്കുന്നുണ്ടോ എന്നറിയാൻ ചുറ്റിലും നോക്കി. ഭാഗ്യത്തിന് ആരും ആ ഏരിയയിലൊന്നും ഉണ്ടായില്ല. ഞാൻ അവനെ കൈകൊണ്ട് അകത്തേക്ക് വിളിച്ച് ഞാൻ അകത്തേക്ക് കയറി നിന്നു. അവൻ നേരെ വന്ന് വീട്ടിലേക്ക് കയറി. അവൻ കയറിയതും ഞാൻ വേഗം കഥ കടച്ചു. ഡാ, ആരെങ്കിലും നീ ഇങ്ങോട്ട് വരുന്നത് കണ്ടോ? ഏയ് ഇല്ലിത്ത. അല്ല, നീ എന്തിനാ ഇങ്ങനെ പേടിക്കുന്നത്? ആരും ഒന്നും അറിയാൻ പോകുന്നില്ല. അവരൊക്കെ വരണമെങ്കിൽ ഇനി രാത്രിയാകും. ഞാനത് പറഞ്ഞുകൊണ്ട് അവൻ്റെ അടുത്തേക്ക് പോയി.